ഹായ് എവ്രിവൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ ലാംഗ്വേജ് റിലേറ്റഡ് കോണ്ടൻറ്റിനോടൊപ്പം മാർക്കറ്റിംഗ് റിലേറ്റഡ് കോണ്ടൻറ്റും അവൈലബിൾ ആണ്. അത്തരം ടോപ്പിക്കുകൾ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മാത്രമല്ല, ഏതെങ്കിലും ടോപ്പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. ഇന്നൊരു മാർക്കറ്റിംഗ് ടോപ്പിക്കാണ്. ഇതിനു മുൻപേ നമ്മൾ AI ഡിക്റ്റേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതോടെ ആഡ് ചെയ്യാം. ഇന്ന് കമ്പനികൾക്കും റൈറ്റേഴ്സിനും ഒരുപോലെ വിശ്വസിക്കാവുന്ന 2 AI ഡിക്റ്റേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം. അതിൽ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ഏതാണെന്നും അവസാനം പറയാം കേട്ടോ. എന്താണ് AI ഡിക്റ്റേറ്റേഴ്സ്? എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ. ഇന്നത്തെ കാലത്ത് ഒരു ബ്ലോഗോ അല്ലെങ്കിൽ വെബ്സൈറ്റ് കോണ്ടൻറ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് AI പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. നിങ്ങളും ChatGPT പോലുള്ളതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ. എന്നാൽ മനുഷ്യൻ്റെ അത്ര ക്രിയേറ്റിവിറ്റി അതിനൊന്നും പോരാ എന്നൊരു അഭിപ്രായം പൊതുവെയുണ്ട്. അതുകൊണ്ട് അത്തരം പ്ലാറ്റ്ഫോം കൊണ്ടുണ്ടാക്കുന്ന കോണ്ടൻറ്റ് വായനക്കാരെ ബോറടിപ്പിക്കത്ര, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. വേറൊരു വശം എന്ന് പറയുന്നത് ഭാവിയിൽ AI വെച്ചുള്ള കോണ്ടൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് SEO റാങ്കിങ്ങിനെ ബാധിക്കുമെന്നാണ്. പല ടെക്നോളജി കമ്പനികളും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു വശം വന്നതുകൊണ്ടാണ് AI കോണ്ടൻറ്റിന് പകരം മനുഷ്യൻ തന്നെ എഴുതിയ കോണ്ടൻറ്റ് മതി എന്ന തീരുമാനത്തിലേക്ക് മിക്ക കമ്പനികൾ എത്തിച്ചേർന്നത്. AI ഭാഷയും മനുഷ്യൻ്റെ ഭാഷയും, അതായത് ഈ സെൻറ്റൻസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. അപ്പോൾ AI സഹായത്തോടെയാണ് കോണ്ടൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി അത് കണ്ടുപിടിക്കുന്ന പ്ലാറ്റ്ഫോമാണ് AI ഡിക്റ്റേറ്റേഴ്സ്. ഇനി AI ഡിക്റ്റേറ്റേഴ്സ് 100% കറക്റ്റാണോ? അല്ല. അതായത് ഒരു AI ഡിക്റ്റേറ്റേഴ്സിനും അവ 100% കറക്റ്റാണെന്ന് അവകാശപ്പെടാനാവില്ല. ChatGPT ഒക്കെ കൂടുതൽ സ്മാർട്ട് ആകുന്നതിനനുസരിച്ച് AI ഡിക്റ്റേറ്റേഴ്സിനും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായേക്കാം. ഇതൊക്കെ ഓണസ്റ്റായി കിൽബോട്ട് അവരുടെ പ്ലാറ്റ്ഫോമിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ റിസൾട്ടിൻ്റെ പേരിൽ ഒരാളുടെ പ്രൊഫഷൻ ഡീഗ്രേഡ് ചെയ്യരുതെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ AI ഡിക്റ്റേറ്റേഴ്സ് ഏതാണെന്ന് നോക്കാം. ക്വിൽബോട്ട് തന്നെയാണ്. ക്വിൽബോട്ടിന് AI ഡിക്റ്റേറ്റേഴ്സ്. ക്വിൽബോട്ട് എന്ന് കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. അവർക്ക് ഗ്രാമർ ചെക്കർ, പാരഫ്രൈസ് തുടങ്ങിയ പല പ്രൊഡക്റ്റുകൾ വേറെയുണ്ട്. അതിലൊന്നാണ് ക്വിൽബോട്ട് AI ഡിക്റ്റേറ്റേഴ്സ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ 100% അക്യുറേറ്റ് അല്ല, പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിശ്വസിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. അക്കൗണ്ട് എടുക്കാതെയും ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. മിനിമം 80 വേർഡ്സെങ്കിലും ചെക്ക് ചെയ്യാൻ കൊടുത്താലേ റിസൾട്ട് വരുള്ളൂ. ഫ്രീ ആയി തന്നെ ഉപയോഗിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ ZeroGPT എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ക്വിൽബോട്ടിനേക്കാൾ കൃത്യതയുണ്ട്. എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ. ഇതും ഫ്രീ ആയി ഉപയോഗിക്കാം. പക്ഷേ റിസൾട്ട് ഒരു PDF ഫയലായി ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെയ്ഡ് അക്കൗണ്ട് എടുക്കേണ്ടി വരും. മിക്ക കമ്പനികളും ഇന്ത്യക്ക് പുറമേ ഉള്ളവർ പോലും ZeroGPT സജസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ? AI ഡിക്റ്റേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള അനുഭവം എന്തായിരുന്നു? എന്തെങ്കിലും നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയാം കേട്ടോ. അതൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇതുപോലത്തെ ടോപ്പിക്കുകളായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതിനോട് കുറച്ച് ലാംഗ്വേജ് ടിപ്പുകളൊക്കെ ഉണ്ടാവും, കുറച്ച് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.